Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the fixed points of the mapping W equal to A plus IB into Z square. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടിച്ച് വന്നതാണ്. ഇവിടെ നമുക്ക് ഫിക്സഡ് പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇൻവേരിയന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Let W equal to f of Z be a function. Fixed points are those values of Z in which Z is equal to f of Z. അതായത് Z is equal to f of Z. Z is equal to f of Z ആകുമ്പോൾ Z ന് ലഭിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയാം. ഫിക്സഡ് പോയിന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. അപ്പൊ let f of Z be a complex, let f of Z be a function. Then fixed points എന്ന് പറഞ്ഞാൽ fixed points are those values of Z in which Z is equal to f of Z. Z f of Z ആവുമ്പോൾ Z ന് ലഭിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിക്സഡ് പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ട് നോക്കാം. f of Z is equal to ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ f of Z is equal to Z തരിക. ഇവിടെ f of Z തന്നിട്ടുണ്ട്. എന്താണ് f of Z തന്നിരിക്കുന്നത്? a plus ib into z square. f of Z എന്ന് പറഞ്ഞാൽ w ആണ്. f of Z is equal to w ആണ്. അപ്പോൾ w ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? a plus ib into z square equal to then എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജില് a plus ib whole square, a plus ib into z square minus z is equal to 0. ആ z നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് z കോമൺ ഫാക്ടർ നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? a plus ib into z minus 1 is equal to 0. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? z equal to 0 അല്ലെങ്കിൽ എന്താണ്? or a plus ib into z minus 1 is equal to 0. എന്ന് പറഞ്ഞാൽ z equal to 0 or a plus ib into z is equal to 1. That means z equal to 0 എന്ന് വാല്യൂ കിട്ടും നമുക്ക്. പിന്നെ കിട്ടുന്ന എന്താണ്? z is equal to 1 by a plus ib. z is equal to 1 by a plus ib. ഈ 1 plus a by b നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആയിട്ട് എഴുതാം. അതിന്റെ എഴുതുന്നത് എങ്ങനെയാണ്? this is equal to a minus ib. ഡിനോമിനേറ്ററിന്റെ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ a minus ib divided by a plus ib into a minus ib. എന്ന് പറഞ്ഞാൽ എന്താണ്? a minus ib divided by a plus ib into a minus ib എന്ന് പറഞ്ഞാൽ എന്താണ്? a square plus b square. അപ്പൊ z ന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടിയത്? z equal to 0. ഫിക്സഡ് പോയിന്റ്സ് ആർ z equal to 0. പിന്നെ കിട്ടിയ വാല്യൂ എന്താണ്? z is equal to a minus ib by a square plus b square. ഈ പ്രോബ്ലത്തിലെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 0 ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. അടുത്ത ഫിക്സഡ് പോയിന്റ് ഏതാണ്? a minus ib by a square plus b square. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണ്? ഫിക്സഡ് പോയിന്റ്സ് ലഭിക്കുന്നപ്പോഴാണ് z ന്റെ വാല്യൂ f of z നോട് ഈക്വൽ ആവുമ്പോൾ when z is equal to f of z. അങ്ങനെ വരുമ്പോഴാണ് z ന് ലഭിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇൻവേരിയന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ f of z തന്നിട്ടുണ്ട്. അപ്പൊ f of z എത്ര തന്നിരിക്കുന്നത്? a plus ib into z square. അപ്പൊ a plus ib into z square equal to z. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ z ന് കിട്ടുന്ന വാല്യൂസ് ആണ് ഒന്ന് 0യും മറ്റത് a minus ib by a plus ib. a minus ib by a square plus b square. a minus ib a square plus b square. അപ്പൊ ഈ രണ്ട് പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ് പോയിന്റ്സ്. ഫിക്സഡ് പോയിന്റ്സ്. എങ്ങനെയാണ് ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി? അപ്പൊ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഭവം എന്താണ്? ഫിക്സഡ് പോയിന്റ് എന്ന് കിട്ടുന്നത് എപ്പോഴാണ്? z is equal to f of z. z is equal to f of z വരുമ്പോ z ന് ലഭിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇൻവേരിയന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ z ന് നമുക്ക് വ്യത്യസ്തങ്ങളായ വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയും. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.